ആകെ സീനാണ്. ഇനിയിപ്പത്തെ വായിച്ചു കാണ്ട് അതിക്കന്ന് അവനാൻ്റെ തള്ളാരെന്നെ എഴുതി കൊടുക്കണം, എന്നാലും ശരിയാവുള്ളൂ. ഇതാകെ കുടുങ്ങിക്കൂടിയാ വലുതാക്കി എഴുതി കൊടുത്തിട്ട് ഇത് അറിഞ്ഞീനോ? അസ്മി വരുന്ന അറിഞ്ഞീനോ? ഇന്നലെ സ്കൂളിൽ വരൂലാണ്. വെൽക്കം ബാക്ക്. ഇന്ന് വ്ളോഗൊന്നുമില്ല, എന്നാലും എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ് ഗൈസ്. ഫ്രണ്ട് വെച്ചാൽ ഇവിടുത്തെ ഫ്രണ്ട് അല്ല, ക്ലാസ്സിലെ ഫ്രണ്ട്. ക്ലാസ് ഞാൻ പറഞ്ഞത് കേസ്. അപ്പൊ ഇവളെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഓള് നമ്മളെ വീട്ടിക്ക് രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം പോയപ്പോ ഞാൻ കഴിഞ്ഞില്ല. ഇനി രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോ രണ്ടാമത് കഴിഞ്ഞു കണ്ട് ഇവിടെ ഇല്ലേ എന്തേനു കഫക്കെട്ടല്ല എന്തേനു. അപ്പൊ അസിമോള് പറഞ്ഞ പോലെ തന്നെ അസിമോളെ ഫ്രണ്ടിന് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. വേറെ ഒന്നുമല്ല, ഓള് 2 പ്രാവശ്യം നമ്മള് വീട്ടിൽ അവള് വർത്താനം പറയാൻ പറ്റില്ല, അവളെ സൗണ്ടൊക്കെ പോയിട്ടോ. ഓള് കഴിഞ്ഞ പ്രാവശ്യം ഓളപ്പ വന്നതില് ഓളപ്പ ദുബായിൽ നിന്ന് വന്നപ്പോ നമ്മള് വീട്ടിക്ക് വന്നിരുന്നു. അന്ന് ഇതേപോലെ എന്താണ് ഇവള് കരഞ്ഞ ആകെ സീനാക്കി സൗണ്ട് പോയിക്കോളും. അപ്പോൾ ഓല് കഴിഞ്ഞ പ്രാവശ്യം ഓളപ്പ വന്ന സമയത്ത് ഓള് വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഓല് ഭയങ്കര ഒരു ദിവസം പോലും ഓൾക്ക് കാണാതിരിക്കാൻ പറ്റൂല, അത്രക്ക് ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർക്ക് അറിയാം നമ്മൾ പോവാണെന്നൊക്കെ, പക്ഷെ അവളെ ഫ്രണ്ട് കെഞ്ചൊക്കെ അറിയില്ല. അവള് സർപ്രൈസ് അപ്പൊ നമ്മള് കെഞ്ചക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓളമ്മക്ക് അറിയാം കേട്ടോ വരുന്നതൊക്കെ. അപ്പൊ നമ്മള് ഓളെ എക്സ്പ്രഷനൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പൊ കെഞ്ചന്റെ ഇപ്പൊ വിളിച്ചിരുന്നു, പടപ്പറമ്പ് എത്തുമ്പോ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് വർത്താനം പറഞ്ഞിട്ട് ഞാൻ ചീത്ത പറഞ്ഞിട്ട് കുഞ്ഞിട്ടായിട്ട് നിൽക്കുകയാണ് ഗെയ്സ്. അപ്പൊ എന്തായാലും നമുക്ക് കെഞ്ചക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കട്ടെ. നമ്മൾ വരുന്ന ഓള് ഒരിക്കലും പ്രതീക്ഷിക്കൂല. ഓള് ഇന്നലെയും കൂടിയും ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്നപ്പോൾ ഓളമ്മനോട് ഭയങ്കര സങ്കടമായിട്ട് പറഞ്ഞ് ഓളെ വീട്ടിലേക്കൊക്കെ നമ്മൾ പോയില്ലേ, നമ്മളെ വീട്ടിലേക്ക് എന്തോളം വരാത്തന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പം എന്തായാലും നമുക്കൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാം അല്ലേ, ഓളെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ആണ് കേട്ടോ. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇന്ന് അവിടെ സ്റ്റേ ആണ്, ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ദിവസത്തിന് അപ്പോൾ ഒരു ദിവസത്തെ ഇതിനാ പോണത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കെഞ്ചൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പോവാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ വണ്ടി വരും. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ പറഞ്ഞ് കേൾക്കണം. വീട്ടിലെത്തി ഗൈസ് അല്ലേ? എന്ത് സർപ്രൈസ് ആയോ? മുണ്ടണില്ലടി ഇത് എന്താ സ്വകാര്യം പറയണോ? ഞങ്ങളിപ്പോ പോവട്ടെ കെഞ്ച 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 ഞങ്ങളിപ്പോ പോവും. കാണാം എപ്പോ പോകുമ്പോ നമുക്ക് പോണം. ഞങ്ങൾ പോട്ടെ കെഞ്ച വേണ്ടേ? നെയ്സ് എന്താ അന്തം വിട്ട് നോക്കണോ? പിന്നെ ചോളം മോന്ത കഴിച്ചോ? എനിക്ക് കെഞ്ചന്റെ വീട്ടിൽ വന്നിട്ട് എന്താ കിട്ടിയാ മോളെ? ഒത്തക്കള്ളം ആര്? കോളങ്കര. ഗൈസ് പറ ഗൈസ്, ചെടിയൊക്കെ ഉണ്ടല്ലേ ഇവിടെ അല്ലേ? ഇത് കെഞ്ചന്റെ അയൽവാസി അല്ലേ? എന്താ പേര്? താത്ത. ഇത് നെയ്സ് അല്ലേ? ഇത് അറിഞ്ഞീനോ? അസ്മി വരുന്ന അറിഞ്ഞീനോ? പിന്നെ അത് സർപ്രൈസ് ആയോ? എന്റെ മുഖത്ത് എന്താണ്? അള്ളാ ഇവിടെ വന്നപ്പോ വാരി തേച്ചിക്കണ് കണ്ടോ?
ഞങ്ങൾ ചായ എടുക്കണം അല്ലേ? എന്തൊക്കെ കെഞ്ച കടി? പഴംപൊരി. പിന്നെന്താ? ഉള്ളിവട. നമ്മളിപ്പോ ഇവിടെ പതിമൂന്ന് കെഞ്ചി ഒരേ മാറ്റം ബസ്സൊക്കെ ഇട്ടിരിക്കുന്നു. ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കണോ? ആ അങ്ങനെ തന്നെയാണല്ലോ, മാറിയിട്ടൊന്നുമില്ല. കെഞ്ചി നിങ്ങൾ ഇവിടെ നിക്കേ ഇവിടെ രണ്ടാളും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണു. ഇങ്ങോട്ട് നോക്ക കെഞ്ച. അപ്പോ അതിന് തെറ്റി. നിന്റെ ബ്ലോഗ് ഉണ്ടാവും. ആരും മാറ്റിക്കണം അല്ലേ? ഞങ്ങക്ക് കെഞ്ച മാത്രം തുള്ളി ചാടൂല. കെഞ്ചേ അപ്പൊ ഞങ്ങളെല്ലാരും എവിടെ പോണ ചിമ്മളെ? അല്ല ഓടി പോണു പഠിച്ചോനെ. അജ്മീക്ക് പരിചയമില്ലാത്തോണ്ടാട്ടോ ഓടി പോവാത്ത. അങ്ങനെ ഞങ്ങൾ പിന്നെ പാർക്കൊക്കെ പോയത് ഷാർജ പാർക്കൊക്കെ പോയത്. അപ്പോൾ കെഞ്ചൻ്റെ അവിടുത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഓളും അമ്മയും പിന്നെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ 3 ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ കെഞ്ചിയും അജ്മോളും ഭയങ്കര ബോണ്ടൊക്കെ തന്നെയാണ്. ചില സമയത്ത് ഒരു അടിയും പിടിയൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഈ വീഡിയോ എടുക്കുമ്പോഴൊന്നും കെഞ്ചൊക്കെ ഒരു ഉഷാറില്ല കേട്ടോ. അപ്പോൾ അതിനൊരു തെറ്റലും മുണ്ടലൊക്കെ കഴിഞ്ഞിരിക്കണം. രണ്ടാളും ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഒരു ടീഷർട്ട് കെഞ്ചൻ്റെ അനിയത്തിൻ്റെ, ഒന്ന് പിന്നെ കെഞ്ചൻ്റെ സ്വന്തമാണ്. അപ്പോൾ അസിമോൾ ഇങ്ങനെ പോന്നപ്പോൾ നമുക്ക് രണ്ടാക്കും ഒരേപോലെ ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും ഒരുമിച്ചിട്ടാട്ടോ. ഇതാണ് കേട്ടോ അയൽവാസിത്തെ കുട്ടി. ആളും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളെ കൂടെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര രസമാട്ടോ ആള്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. എല്ലാവരും കൂടി ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. ഇത് കെഞ്ചൻ്റെ അമ്മയാണ്. കെഞ്ചൻ്റെ അമ്മക്ക് ഭയങ്കര മടിയായിട്ടോ ക്യാമറ കണ്ടാലേ. പക്ഷെ ഞാൻ വിടുമോ, ഞാൻ ക്യാമറയിൽ ഒപ്പിയെടുത്തേക്കിട്ട്. അപ്പോൾ എല്ലാവരും വാനില ഐസ്ക്രീമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഐസ്ക്രീമിന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഐസ്ക്രീം വാങ്ങണുണ്ട് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് ലാസ്റ്റ് മതി എന്നുള്ള അഭിപ്രായമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഞാൻ ഐസ്ക്രീം തിന്നില്ല കേട്ടോ. എനിക്കെന്തോ അപ്പം ഐസ്ക്രീം തിന്നാനൊരു മൂടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഐസ്ക്രീം വാങ്ങിയില്ല. കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ മാത്രമല്ല 2 തള്ളാരും തിന്നിക്കണം. എന്നെ കുറേ നിർബന്ധിച്ചു, പക്ഷെ എനിക്ക് വേണ്ടാറിട്ട് ഞാൻ തിന്നില്ല. പിന്നെ അതാ ഇത് കൗതുകമായിട്ട് തോന്നി കേട്ടോ. മുന്തിരി സുർക്കിലിട്ട് വെച്ചിട്ട് കേട്ടോ, നമ്മളെ പച്ചമുന്തിരി. പിന്നെ ഇവർ 2 ആൾ ഐസ്ക്രീം തിന്ന് കണ്ടില്ല, ആകെ ഒലിപ്പിച്ച്. പിന്നെ ഞങ്ങൾ യോയൊക്കെ ഇട്ട് 2 സീനൊക്കെ ഇട്ടോ. അപ്പോഴും കെഞ്ചൻ്റെ അമ്മനെ കാണിക്കണം എന്ന് എനിക്കൊരു വാശി. ഇപ്പം കെഞ്ചൻ്റെ അമ്മ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ വിളിച്ച് ചീത്ത എന്നാലും വേണ്ടില്ല, എനിക്കോളെ വീഡിയോ എടുക്കണം എന്നൊരു വാശിയേന്. പക്ഷെ ആൾക്ക് ഇഷ്ടമാട്ടോ. ആൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഈ ബേബി ആയപ്പോൾ നിർത്തിയതാണ്. ഇതാണ് കെഞ്ചു, കെഞ്ചൻ്റെ അനിയത്തി കെഞ്ചു ഇന്നിട്ട് ഭയങ്കര ബോണ്ടാണ്, ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഇവർ രണ്ടാളും എന്താണ് സമൂസൊക്കെ തിന്നിട്ട് എരിഞ്ഞാകെ സീനാക്കി. ഈ മിറർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ മിറർ കണ്ടാൽ പിന്നെ നമ്മൾ വിടൂലല്ലോ. അപ്പോൾ പിന്നെ 2 വീഡിയോ എടുക്കലായി. ബാക്കിൽ കെഞ്ചൻ്റെ അമ്മ ഉണ്ടായിരുന്നു. ഓള് പിന്നെ അവിടുന്ന് വേഗം സ്ഥലം വിട്ട്. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി വാങ്ങണമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കുട്ടികൾക്കൊന്നും പാനിപ്പൂരി പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു മോമോസ് ആക്കാമെന്ന്. അപ്പോൾ ഇവർക്ക് മോമോസ് എന്താണെന്ന് അറിയില്ല. അപ്പം ഞാനും തന്നെ ഫ്രൈഡ് മോമോസ് ഇങ്ങനെ ആദ്യമായിട്ടാണ് കഴിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഞങ്ങൾ സ്റ്റീംഡ് മോമോസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡ് മോമോസ് കിട്ടി നമ്മുടെ കയ്യിൽ. 6 പീസിന് 90 രൂപയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോരോ പീസ് എടുക്കാനുണ്ടായി തന്നെ ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടാളും വലിയ ആൾക്കാരന്മാർ ഫോർക്കൊക്കെ കുത്തി തിന്നുകയാണ്. നെയ്സൂനും പേപ്പറിലാക്കി കാണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ സ്പൈസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, തിന്നാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഇവർ ഈ കറങ്ങണ സാധനത്തിൽ കുറച്ചേരൊക്കെ കളിച്ചു. എനിക്കെന്നെ കണ്ടിട്ട് തല മിന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിക്കാളി, ഇനി ഇറങ്ങുക പറഞ്ഞിട്ടാ. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഒരു 7 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അയൽവാസിയിൽ എന്തോ നിക്കാഹ് എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മന്തി അൽഫാം കിട്ടിയിട്ടുണ്ടായിനി. നമ്മളത് വേഗം തിന്നിട്ടാ. ഇപ്പോൾ സമയം എത്ര മണിയായി അറിയോ? 10 മണിയായിരുന്നു. നിങ്ങളൊരു ശുഷ്കാന്തിയായി. സ്കൂളിൽ പഠിച്ചണം. അപ്പോൾ സ്കൂൾ ഇനി 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. മേലെ എഴുതി തരാം. ഒരാൾക്ക് കള്ളി, ഒരാൾക്ക് മേലെ എഴുതാണ്. ഇത് കെഞ്ചൻ്റെ പുസ്തകമാണ് ഗൈസ്. ഇത് അസ്മിൻ്റെ പുസ്തകമാണ് ഗൈസ്. വൃത്തിയിൽ എഴുതും. ഒരാൾക്ക് കള്ളി ഇട്ട് കൊടുക്കണം, ഒരാൾക്ക് മേലെ എഴുതി കൊടുക്കും. ചെയ്തുതരാം. 10 മണി ആയിക്കണോ? സ്കൂളിൽ പഠിച്ച ഞങ്ങൾക്ക് തെറ്റുപറ്റി ഗൈസ്. ഞാൻ വലുതാക്കി എഴുതി കൊടുത്തു. ഈ കുട്ടിയാണെങ്കിൽ ചെറുതാക്കി എഴുതി ശീലമുള്ള കുട്ടി.
എൻ്റെ മകൾക്ക് വലുതാക്കിയില്ല ശീലമുള്ളൂ അപ്പോൾ ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് ചെറുതാക്കിയാണ്. അപ്പോൾ ആകെ സീനാണ്. ഇനിയിപ്പോൾ വായിച്ചു കാണ്ട് ആദ്യക്കൊന്ന് അവനാൻ്റെ തള്ളാരെന്നെ എഴുതി കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ഇതാകെ കുടുങ്ങിക്കൂടി ഞാൻ വലുതാക്കി എന്തായാലും ഏറ്റങ്ങളൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഫണ്ണി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.